അപ്പോൾ എൻ്റെ എല്ലാ പ്രിയ പ്രേക്ഷകർക്കും നമസ്കാരം. നമ്മുടെ യൂട്യൂബ് ചാനലായ വസുദേവ കുടുംബകം എന്ന ചാനൽ കൊണ്ടുള്ള ഉദ്ദേശം മഹാഭാരതം നടന്നിരിക്കുന്ന എല്ലാ സ്ഥലങ്ങളും പോയി സന്ദർശിച്ച് വീഡിയോ എടുത്ത് നിങ്ങളിലേക്ക് എത്തിക്കുക എന്നതാണ്. മഹാഭാരതത്തെക്കുറിച്ച് പറയുമ്പോൾ നമുക്കറിയാം, ഭാരതീയ ഇതിഹാസങ്ങളിലെ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു ഗ്രന്ഥമാണ് മഹാഭാരതം. അത് ചൊല്ലിക്കൊടുത്തത് വേദവ്യാസൻ, അല്ലെങ്കിൽ കൃഷ്ണദ്വൈപായനൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ നാമം. വേദവ്യാസൻ ചൊല്ലിക്കൊടുത്ത് ഗണപതി ഭഗവാൻ എഴുതിയ ഗ്രന്ഥമാണ്. അപ്പം അതിലെ പ്രതിപാദിച്ചിട്ടുള്ള പല നഗരങ്ങളിലെ ഏറ്റവും വിശിഷ്ടമായ പ്രാധാന്യമുള്ള ഒരു നഗരമാണ് ഇന്ദ്രപ്രസ്ഥം. നമുക്ക് ആ ഇന്ദ്രപ്രസ്ഥ നഗരിയിലൂടെ ഒരു യാത്ര ചെയ്യാം. അത് നമ്മൾ കാര്യമൊക്കെ പറഞ്ഞ് ഇന്ദ്രപ്രസ്ഥ നഗരിയിലൂടെ ഒരു ചെറിയ യാത്ര. എല്ലാവരും തയ്യാറല്ലേ? അപ്പം നമുക്കറിയാം, ഇന്ദ്രപ്രസ്ഥം എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയണമെന്നില്ല. അപ്പം അറിയാത്തവർക്കായിട്ട് ചെറുതായിട്ടൊന്ന് വിശദീകരിക്കാം. ഈ ഭാരതീയ ഇതിഹാസമായ മഹാഭാരതത്തിൽ ഏറ്റവും കൂടുതലൊക്കെ ആവർത്തിച്ച് പറയുന്ന ഒരു സ്ഥലമാണ് ഇന്ദ്രപ്രസ്ഥം. യമുനാ നദിയുടെ തീരത്താണ് ഈ പട്ടണം സ്ഥിതി ചെയ്യുന്നത്. യമുനാ നദിയുടെ തീരത്തോടു കൂടിയാണ് ഈ പട്ടണം സ്ഥിതി ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴത്തെ ഡൽഹി ആ നഗരത്തെയാണ് പ്രതിപാദിച്ചിരിക്കുന്നത്. ഇന്ദ്രപ്രസ്ഥം എന്ന മഹാഭാരതത്തിൽ പറഞ്ഞിരിക്കുന്ന ആ നഗരത്തോടു കൂടി പ്രതിപാദിച്ചിരിക്കുന്ന സ്ഥലമാണ് ഇപ്പോഴത്തെ നമ്മുടെ ഡൽഹി. സൗന്ദര്യത്തിലും നല്ല ഐശ്വര്യത്തിലും സ്വർഗത്തിനോടൊക്കെ താരതമ്യം ചെയ്യുന്ന ഒരു വലിയ നഗരിയാണ് ഇന്ദ്രപ്രസ്ഥം. അതിൽ ശരിക്കും പറഞ്ഞാൽ ഇന്ദ്രപ്രസ്ഥത്തിന് മഹാഭാരതത്തിൽ നിർണായകമായ പങ്ക് വഹിക്കുന്നുണ്ട്. നമുക്കറിയാം, ഈ ശരിക്കും പറഞ്ഞാൽ ഇത് പറയുകയാണെങ്കിൽ ഈ ഡൽഹിയിലെ പുരാണകില എന്നറിയപ്പെടുന്ന ഒരു സ്ഥലമുണ്ട്, പുരാണകില. അത് ശരിക്കും പറഞ്ഞാൽ ഈ ഇന്ദ്രപ്രസ്ഥ നഗരി പഞ്ചപാണ്ഡവരുടെ ഈ പഞ്ചപാണ്ഡവരുടെ രാജധാനിയായിരുന്നു ഇന്ദ്രപ്രസ്ഥ നഗരി. അപ്പം അവിടെ ആയിരക്കണക്കിന് വർഷത്തെ വിദേശ കടന്ന കയറ്റങ്ങളാൽ നാമാവിശേഷമായ മഹാഭാരതത്തിലെ പാണ്ഡവ രാജധാനിയായിരുന്നു ഡൽഹി എന്നാണ്. കാരണം പണ്ട് നമ്മുടെ മഹാഭാരതത്തിൽ പ്രതിപാദിച്ചിട്ടുള്ള ഇന്ദ്രപ്രസ്ഥം, ഇന്നത്തെ ഡൽഹി, ഒരുപാട് ആയിരക്കണക്കിന് വർഷത്തെ ഇങ്ങനെ വിദേശ കടന്നുകയറ്റങ്ങളാൽ നശിക്കപ്പെട്ടു എന്നാണ് പറയുന്നത്. കാരണം അതിന് പറയാൻ കാരണം 1952 എനിക്ക് തോന്നുന്നു 1952 പുരാവസ്തു വകുപ്പ് ഗവേഷണമൊക്കെ ഉത്ഖനനമൊക്കെ അവിടെ നടന്നിട്ടുണ്ട്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഏകദേശം കുറച്ച് ഈ പുരാവസ്തു വകുപ്പുകാർ കുറച്ച് അതിൻ്റെ തെളിയിപ്പിക്കാൻ പറ്റിയിട്ടുണ്ട്. കാരണം ഇത് ഇന്ദ്രപ്രസ്ഥത്തോടു കൂടി സാമ്യം ഉണ്ട് എന്നുള്ള രീതിയിൽ തെളിയിപ്പിക്കാൻ പറ്റിയിട്ടുണ്ട്. അതിന് നേതൃത്വം നൽകിയിരുന്നത് ഒരു BB ലാൽ എന്നാണ്. അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര് ബ്രജ് ബാസി ലാൽ എന്നാണ്. അദ്ദേഹം ഒരു എഴുത്തുകാരനും പുരാവസ്തു ഗവേഷകനൊക്കെ ആയിരുന്നു. 1968 മുതൽ 1972 വരെ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ഡയറക്ടർ ജനറലായിരുന്നു. അദ്ദേഹം 2022 സെപ്റ്റംബറിലാണ് മരിച്ചുപോയത്. അദ്ദേഹം മരിക്കുമ്പോൾ 101 വയസ്സായിരുന്നു. അദ്ദേഹമാണ് ഇതിൻ്റെ ഈ സെർച്ചൊക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ട്, ഈ പുരാവസ്തു വകുപ്പുമായിട്ട് ബന്ധപ്പെട്ട് ഇതിനെ കൂടുതൽ ഈ പറയുന്ന ഖനനവും കാര്യങ്ങളൊക്കെ നടത്തി കുറച്ച് തെളിവുകളൊക്കെ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. കാരണം ഈ ഡൽഹിക്ക് ഇന്ദ്രപ്രസ്ഥവുമായി ബന്ധമുണ്ട് എന്നുള്ള രീതിയിൽ അവിടെ പുരാണകില എന്ന് പറയുന്ന സ്ഥലമുണ്ട്. അപ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇന്ദ്രപ്രസ്ഥ നഗരി, നമ്മുടെ മഹാഭാരതത്തിൽ പ്രതിപാദിച്ചിട്ടുള്ള ഇന്ദ്രപ്രസ്ഥ നഗരിയിലൂടെ ഒരു യാത്ര പോവുകയാണെങ്കിൽ എന്താണ് ഇന്ദ്രപ്രസ്ഥ നഗരി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ശരിക്കും നമ്മുടെ പഞ്ചപാണ്ഡവർ അവരുടെ രാജധാനിയായിരുന്നു. നമുക്കറിയാം, ഈ അരക്കില്ലം, മഹാഭാരതം വായിച്ചിട്ടുള്ള നമുക്കൊക്കെ അറിയാം, അരക്കില്ലത്തിൻ്റെ കഥകളൊക്കെ അറിയാമായിരിക്കുമല്ലോ. അത് അരക്കില്ലം കത്തിച്ച കഥകളുമൊക്കെ. അപ്പോൾ നമ്മൾ അത്തരത്തിലൊക്കെ അത്തരത്തിൽ അനുയോജ്യമായ വീഡിയോകളിലൊക്കെ പോകുമ്പോൾ അത്തരം കഥകളൊക്കെ പറഞ്ഞു പോകാം. ഇപ്പം നമുക്ക് ഇന്ദ്രപ്രസ്ഥ നഗരിയെക്കുറിച്ച് ചെറുതായിട്ടൊന്ന് സൂചിപ്പിക്കാം. ശരിക്കും പറഞ്ഞാൽ ഈ പഞ്ചപാണ്ഡവർ അരക്കില്ലത്തിൽ വെന്തു മരിച്ചു എന്ന് നാടാകെ ഇങ്ങനെ മൊത്തത്തിൽ വാർത്തയായല്ലോ. പഞ്ചപാണ്ഡവർ കുന്തി മാതാവും തൻ്റെ 5 മക്കളും അരക്കില്ലത്തിൽ കിടന്ന് വെന്തു മരിച്ചു എന്ന് നാട് മൊത്തം ഇങ്ങനെ പബ്ലിസിറ്റിയായി. ആ സമയത്താണ് അപ്പം ഇവർ മരിച്ചു എന്നെല്ലാവരും വിചാരിച്ചു. അങ്ങനെ വിചാരിച്ചിരുന്ന കാലഘട്ടത്തിൽ ദ്രൗപദിയുമായിട്ടുള്ള വിവാഹം, അർജുനൻ അമ്പ ചെയ്യുന്ന കഥയൊക്കെ അറിയാമല്ലോ. ദ്രൗപദിയുമായുള്ള വിവാഹം വേളയിലാണ് ഇവർ മരിച്ചിട്ടില്ല, ജീവിച്ചിരിപ്പുണ്ട് എന്നറിഞ്ഞത്. അങ്ങനെ ജീവിച്ചിരിപ്പുണ്ട് എന്നറിഞ്ഞപ്പോൾ കൃഷ്ണൻ ഏകദേശം നമ്മുടെ കുന്തി മാതാവിൻ്റെ ബന്ധത്തിലൊക്കെ ഉള്ള ആണല്ലോ. അപ്പോൾ ഭഗവാൻ കൃഷ്ണൻ ഇവരോടൊത്തുകൂടി ഭീഷ്മ പിതാമഹനുമൊക്കെ ചേർന്ന് ഒരു സന്ധി, അതായത് അപ്പം രാജ്യം ഭരിക്കുന്നത് ദുര്യോധനൻ്റെ നേതൃത്വത്തിലുള്ള കൗരവരാണല്ലോ. അപ്പം ഈ ഹസ്തിനപുരി ഭരിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പം അങ്ങനെ ഒരു നമ്മുടെ നാട്ടിൽ മധ്യസ്ഥ എന്നൊക്കെ പറയുന്ന പോലെ ചർച്ചയൊക്കെ നടത്തി കഴിഞ്ഞിട്ട് അപ്പം എന്തായാലും പകുതി രാജ്യം കൊടുക്കണം. കാരണം പാണ്ഡവർ മരിച്ചിട്ടില്ല.
പകുതി രാജ്യം കൊടുക്കുക, അല്ലെങ്കിൽ അത് ഒരു യുദ്ധത്തിലേക്ക് നയിക്കുമെന്ന് പിതാമകൻ അറിയാം. അങ്ങനെ പാതി രാജ്യം കൊടുക്കാൻ ഏകദേശം ധാരണയായപ്പം കൊടുത്ത സ്ഥലം ഏതാണെന്നറിയാം, ഖാണ്ഡവപ്രസ്ഥം എന്ന് പറയും. ഖാണ്ഡവപ്രസ്ഥം എന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞ വനമാണ്, കൊടും വനം. ദേവേന്ദ്രൻ്റെ അധീനതയിലുള്ള ഒരു കൊടും വനമാണ് ഈ ഖാണ്ഡവപ്രസ്ഥം എന്ന് പറയുന്നത്. ഇപ്പം നമ്മുടെ ഡൽഹി ആസ്ഥാനമാക്കി നിൽക്കുന്ന പ്രദേശം യമുനാ നദിയുടെ തീരത്ത് വലിയൊരു വനമായിരുന്നു. അവിടെ ഈ നാഗരാജാവായ തക്ഷകൻ അദ്ദേഹമാണ് ആ വനത്തിൽ ജീവിച്ചിരുന്ന. അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ഭാര്യയും മകനും അതുപോലെ തന്നെ ഒട്ടനവധി നാഗങ്ങളും. മനുഷ്യവാസമേ ഇല്ലാത്തൊരു പ്രദേശമായിരുന്നു ഈ ഖാണ്ഡവപ്രസ്ഥം എന്ന് പറയുന്നത്. അങ്ങനെ പലതവണ ഈ അഗ്നിദേവൻ ഈ ഖാണ്ഡവപ്രസ്ഥം അഗ്നിക്കിരയാക്കാൻ ശ്രമിച്ചു. പക്ഷേ അപ്പോഴൊക്കെ തക്ഷകൻ്റെ ഏറ്റവും പ്രിയ മിത്രമായിരുന്നു ഇന്ദ്രദേവൻ. അപ്പോൾ ഇന്ദ്രദേവൻ മഴ പെയ്യിപ്പിച്ച്, തൻ്റെ വജ്രായുധം ഉപയോഗിച്ച് മഴ പെയ്യിപ്പിച്ച് അവിടെ അഗ്നി അണയിപ്പിക്കും. അങ്ങനെ പലതവണ ശ്രമിച്ചിട്ടും ഈ പറയുന്ന അഗ്നിദേവന് ഈ ഖാണ്ഡവപ്രസ്ഥം മാത്രം ദഹിപ്പിക്കാൻ പറ്റിയിട്ടില്ല. അങ്ങനെയാണ് അഗ്നിദേവന് അർജുനൻ്റെയും കൃഷ്ണൻ്റെയും കൂട്ടുപിടിക്കുന്നത്. അപ്പോൾ ഭഗവാൻ കൃഷ്ണനും അർജുനനും അഗ്നിദേവനെ സഹായിച്ച കൂട്ടത്തിലാണ്. അപ്പം ഇന്ദ്രദേവനുമായി ഇന്ദ്രദേവൻ ശരിക്കും പറയാം അർജുനൻ്റെ അച്ഛനാണല്ലോ, പിതാവാണല്ലോ. ഇവർ തമ്മിൽ വലിയ യുദ്ധമുണ്ടാകുന്ന സാഹചര്യമൊക്കെ ഉണ്ടായി. പക്ഷേ അത് കൃഷ്ണൻ ഇടപെട്ട് സംസാരിച്ചത് ആ ഭാഗം എന്താ പറയുക എല്ലാം പറഞ്ഞു നിർത്തിക്കൊണ്ട് അങ്ങനെ ഗാന്ധീവ് വനം അഗ്നിക്കിരയാക്കി. തക്ഷകനില്ലാത്ത സമയത്താണ് ഒരുപാട് നാഗങ്ങൾ വെന്ത് മരിക്കുകയുണ്ടായി. അങ്ങനെ അവിടെ നിന്നും ഈ ഖാണ്ഡവപ്രസ്ഥ വനത്തിൽ മയൻ എന്ന അസുര ശില്പി കൂടി ഉണ്ടായിരുന്നു. മയൻ, അതായത് അസുരന്മാരുടെ ശില്പിയാണ് മയൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അതുപോലെ നമ്മുടെ ദേവന്മാരുടെ ശില്പിയാണ് ദേവന്മാർ പെട്ടെന്ന് പേര് കിട്ടുന്നില്ല. നമ്മുടെ അങ്ങനെ അസുരന്മാരുടെ ശില്പിയാണ് മയൻ എന്ന അസുരൻ. അങ്ങനെ അസുരനെ അവിടെ നിന്നും മോചിപ്പിച്ചപ്പോൾ ഈ മയൻ അങ്ങനെ ഈ പറഞ്ഞ ഖാണ്ഡവപ്രസ്ഥം ശരിക്കും പറഞ്ഞാൽ കൗരവരുടെ അധീനതയിലായിരുന്നു. അങ്ങനെ അന്ന് കൗരവർ ഈ പറയുന്ന പാണ്ഡവർക്ക് താമസിക്കാൻ കൊടുത്തതാണ്. നിങ്ങൾ അവിടെ ഖാണ്ഡവപ്രസ്ഥം, അതായത് ഈ വനങ്ങൾ കയ്യേറി അവിടെ താമസിച്ചോ എന്ന് പറഞ്ഞ് കൊടുത്തതാണ്. അങ്ങനെ കൊടുത്ത് ആ വനങ്ങൾ നശിപ്പിച്ചു, അഗ്നിദേവൻ അഗ്നിക്കിരയാക്കി. അങ്ങനെ ഒട്ടനവധി നാഗങ്ങൾ വെന്ത് മരിക്കുകയുണ്ട്. അതിൻ്റെയൊക്കെ പിൽക്കാലത്ത് വരും വീഡിയോസിലൊക്കെ ഒരുപാട് കഥകൾ പറയാം. ഇപ്പം നമ്മൾ ഈ ഇന്ദ്രപ്രസ്ഥനഗരിയെക്കുറിച്ച് പറഞ്ഞു പോകാം. അപ്പം അങ്ങനെ മയൻ നല്ല മനോഹരമായ ഒരു ഒട്ടനവധി കണ്ണഞ്ചിപ്പിക്കുന്ന കൊട്ടാരങ്ങളും ഒക്കെ മാളികകളും ഒക്കെ പണിഞ്ഞ് നൽകി. ഈ പറയുന്ന ഖാണ്ഡവപ്രസ്ഥം ദഹിപ്പിച്ച കത്തിച്ച് അഗ്നിക്കിരയാക്കിയ ആ സ്ഥലത്ത് ഒരുപാട്, അതായത് നമ്മുടെ പാണ്ഡവരുടെ കൂടെ ഒരുപാട് ജനങ്ങളും വന്ന് താമസിക്കാൻ തുടങ്ങി. ഒരുപാട് വലിയ മാളികകളൊക്കെ വന്നു. ഇപ്പം ഇന്ദ്രപ്രസ്ഥ നഗരി, അതാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഡൽഹിയിലുള്ള പുരാണകിലയിൽ ഈ പറയുന്ന ഇന്ദ്രപ്രസ്ഥത്തിൻ്റെ കുറച്ച് ഭാഗങ്ങളൊക്കെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. ആർക്കിയോളജിക്കൽ അവർ പുരാവസ്തു ഗവേഷണ വകുപ്പ് കുറച്ച് തെളിവുകളൊക്കെ കണ്ടെത്തിയിട്ടുണ്ടെന്ന് പറയുന്ന ഭാഗത്താണ്. അപ്പോൾ ആ ഇന്ദ്രപ്രസ്ഥ നഗരിയിലൂടെയാണ് നമ്മളിപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മഹാഭാരതത്തിൽ, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മുടെ ഡൽഹി എന്നറിയപ്പെടുന്ന, പിന്നെ ഒട്ടനവധി ഈ പറയുന്ന ഈ എന്താ പറയുക ആയിരക്കണക്കിന് വർഷത്തെ, കാരണം ഈ കലിയുഗത്തിൻ്റെയും കലിയുഗത്തിൻ്റെ ആരംഭത്തിലാണ് ഈ കുരുക്ഷേത്ര യുദ്ധമൊക്കെ നടക്കുന്നത്. അപ്പം ഏകദേശം 5000 വർഷങ്ങളോളം നമുക്ക് നമ്മുടെ ഈ പറയുന്ന മഹാഭാരതത്തെക്കുറിച്ച് പറയാനറിയാമല്ലോ. കാരണം 18 പർവ്വങ്ങളും, 18 പർവ്വങ്ങളിൽ മഹാഭാരതത്തിലെ ഭീഷ്മപർവ്വത്തിലാണ് ഏറ്റവും വിലമതിപ്പുള്ള ശ്രീമദ് ഭഗവത്ഗീതയെക്കുറിച്ചൊക്കെ പറയുന്നത്. അപ്പം ഇത്തരത്തിലുള്ള മഹാഭാരതത്തിൻ്റെ ആദ്യ എപ്പിസോഡ് എന്ന നിലയ്ക്ക് നമ്മൾ ഈ മഹാഭാരതത്തിൻ്റെ നടക്കുന്ന, അല്ലെങ്കിൽ മഹാഭാരതത്തിൽ ഏറ്റവും കൂടുതൽ പ്രതിപാദിച്ചിട്ടുള്ള, അല്ലെങ്കിൽ ഏറ്റവും അതും പഞ്ചപാണ്ഡവരുടെ രാജധാനിയായിരുന്ന, അവർ ഭരിച്ചിരുന്ന പ്രദേശമായിരുന്ന ഇന്ദ്രപ്രസ്ഥത്തിലൂടെയാണ് നമ്മളിപ്പോൾ യാത്ര ചെയ്യുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ കാലമൊക്കെ നോക്കുകയാണെങ്കിൽ ഒരുപാട് മാറ്റങ്ങൾ കേട്ടല്ലേ. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഡൽഹി എന്ന് പറയുമ്പം നല്ല മനോഹരമായ ഈ പറയുന്ന ബൈഓവറുകളും മറ്റ് കാര്യങ്ങളും റോഡുകളായാലും എല്ലാം നൈറ്റ് ആൻഡ് ക്ലീനാണ്. നല്ല രസമാണ് യാത്രകളൊക്കെ ഇതുവഴി. ഇപ്പോൾ ഡൽഹി കൂടെയാണ്, അതായത് നമ്മുടെ മഹാഭാരതത്തിലെ ഇന്ദ്രപ്രസ്ഥ നഗരിയിലൂടെയാണ് ഇപ്പോൾ ഒരു യാത്ര പോയിരിക്കുന്നത്. അപ്പം ഇത്ര നേരം യാത്ര ചെയ്ത് എൻ്റെ കൂടെ നിങ്ങളും ആ യാത്ര ആസ്വദിച്ചു എന്ന് വിചാരിക്കുന്നു. അപ്പം നിങ്ങളുടെ വിലയേറിയ അടുത്ത വീഡിയോസ് എങ്ങനെ വേണമെന്നൊക്കെ നിങ്ങൾ തന്നെ കമൻറ്റ് ഒക്കെ ചെയ്യുക. കാരണം ആദ്യമായിട്ട് നമ്മൾ ആ മഹാഭാരതം പാർട്ട് 1 എന്ന് പറഞ്ഞൊരു വീഡിയോസ് ഇടുന്നത്. അപ്പം അതിൽ എന്തെങ്കിലും കുറവുകളും കുറ്റങ്ങളും, അതുപോലെ ഞാൻ പറഞ്ഞ കഥയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കുറവുകളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റിൽ വന്ന് രേഖപ്പെടുത്തണം. എനിക്കും ഒരു അറിവായിരിക്കും.
എന്തെങ്കിലുമൊക്കെ. അതുപോലെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ, കാരണം ഇത്തരത്തിലുള്ള വീഡിയോസാണോ നിങ്ങൾക്ക് താല്പര്യം, അതായത് കുറച്ച് ക്യാമറയുടെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, അത് ഒന്നും അതിനെക്കുറിച്ച് അതൊക്കെ നമുക്ക് ശരിയാക്കി എടുക്കണം. അപ്പം നിങ്ങൾക്ക് വീഡിയോ ഒക്കെ ഇപ്പം ഇട്ട ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, നമസ്കാരം.